ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതിന്റെ മുന്നോടിയായുള്ള മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മാറ്റിപ്പാർപ്പിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് നോട്ടീസും വീടുകളിലെത്തി കൈമാറും. വിവരങ്ങൾ സമീർ നൽകും. സമീർ, ഒരു ചരിത്ര സംഭവം കൂടിയായിരിക്കും ഇടുക്കി ഡാം തുറക്കുകയാണെങ്കിൽ. എന്താണ് വിശദാംശങ്ങൾ? സമീർ, കേൾക്കാമോ? ആനന്ദ്, ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിനം തന്നെയാണ്. പ്രത്യേകിച്ചും ജലനിരപ്പ് ഉയരുന്ന ഒരു ദിനം തന്നെയാണ് ഉള്ളത്. ഇന്നലത്തെ അപേക്ഷിച്ച് ജലനിരപ്പിൽ മഴയുടെ അളവിൽ ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ 90.2 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. എന്നാൽ അത് ഇന്ന് 18.2 മില്ലിമീറ്ററായി കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നീരൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നീരൊഴുക്ക് തുടരുന്നതിനെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് 2394.58 അടിയായി ഉയർന്നിരിക്കുന്നു. 97ലേക്ക് എത്തുകയാണ് എങ്കിൽ അണക്കെട്ട് തുറന്നുവിടും എന്നുള്ള കാര്യമാണ് കലക്ടർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. 2395 എത്തുമ്പോൾ ഓറഞ്ച് അലർട്ട് നൽകും. അതിനുശേഷം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും തുടർന്ന് മഴ തുടരുകയും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന് 97 എത്തുകയാണ് എങ്കിൽ ആ വേളയിൽ അണക്കെട്ട് തുറക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള തുറക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അത്തരത്തിൽ തുറന്ന് അത് ഏതൊക്കെ മേഖലയിലേക്ക് ബാധിക്കും, ഏതൊക്കെ വീടുകളും മറ്റ് കെട്ടിടങ്ങളുമെല്ലാം തന്നെ തകരാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തിയ ശേഷം അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും നേരിട്ട് ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അത്തരം തുറന്നു വിടുകയാണ് എങ്കിൽ ആ ഭാഗങ്ങളിലുള്ള വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നേരിട്ട് എത്തിക്കൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നോട്ടീസ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ നേരിടുന്നതിന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മൂന്ന് ടീമുകൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു സംഘം ഇടുക്കിയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് എത്തിയിട്ടുള്ളത്. മറ്റൊരു സംഘം തൃശ്ശൂരിലും ഒരു സംഘം ചെയ്യുന്നു. ഈ ഇവിടത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളം പൊങ്ങുകയാണ് എങ്കിൽ എടുക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചുള്ള സ്ഥിതിഗതികളും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ സംഘം വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം പെരിയാറിന്റെ തീരത്തുള്ള ആളുകളെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തുടരുന്നുണ്ട്. നദിയുടെ ഇരുകരയിലും 100 മീറ്റർ പരിധിയിൽ ആരും തന്നെ നിൽക്കരുത് എന്നുള്ള ഒരു കനത്ത ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെയും സഹായം കേരളം ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 2394.58 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു. പരമാവധി സംഭരണശേഷി 2400 അടിയാണ്. എന്നിരുന്നാലും അതിന് മുമ്പ് തന്നെ അണക്കെട്ട് തുറന്ന് സുരക്ഷിതമായ രീതിയിൽ വെള്ളം ഒഴുക്കി കാണാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി വ്യക്തമാക്കിയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ 97ലേക്ക് എത്തുമ്പോൾ തന്നെ ജലനിരപ്പ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അണക്കെട്ട് തുറക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനി ജലനിരപ്പ് 95ലേക്ക് എത്തുകയാണ് എങ്കിൽ ഇപ്പോൾ 2394.58 അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് 2395 അടിയിലേക്ക് എത്തുകയാണ് എങ്കിൽ ഓറഞ്ച് അലർട്ട് നൽകും. അതിനുശേഷം ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആളുകളെ വേണ്ട രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. എന്തായാലും ഇപ്പോൾ ജലനിരപ്പ് നേരിയ ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ജലനിരപ്പ് ഉയരുന്നതിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നീരൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യം, നീരൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സമീർ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 1992 ശേഷം ഏകദേശം 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ഡാം തുറക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സന്ദർശകരുടെ വലിയ തള്ളിക്കയറ്റം ഈ ഭാഗത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളും ഒരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ടോ? 1981 അതിനുശേഷം 1992 ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ അത് തുറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് നീണ്ട ഈ 26 വർഷത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കാഴ്ചയുടെ ഒരു കൗതുകം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു മറ്റു ജില്ലകളിൽ നിന്നടക്കം ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഭാഗത്തുനിന്ന്
ഇത്തരം സംഭവങ്ങളെയും അത് തുടർന്നുണ്ടാവുന്ന അപകടങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെരിയാറിന്റെ ഇരുകരകളിലും 100 മീറ്റർ പരിധിയിൽ ആരും നിൽക്കരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളായി എത്തുന്ന നിരവധി പേരുണ്ട്. ഒപ്പം മറ്റ് ഇടങ്ങളിൽ നിന്ന്, ഈ ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ എത്താനുള്ള സാധ്യതയും ഇത്തരം ആളുകൾ എത്തുന്നതും ഈ നദിയിലേക്കും അതോടൊപ്പം തന്നെ ചെറുതോണി ഭാഗത്തേക്ക് കൂടുതലായി എത്തുന്നതും അപകട സാധ്യത വിളിച്ചു വരുത്തും എന്നുള്ള ഒരു മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അത്തരം സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ പരമാവധി മാറ്റി നിർത്തുന്നതിനും കാഴ്ചക്കാരായി എത്തുന്നവരെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ള കാര്യം കൂടെ നിർദ്ദേശിച്ചുകൊണ്ടും ഇവരെ പരമാവധി ഈ പെരിയാറിന്റെ തീരത്തു നിന്നും മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ നദിയുടെ ഇരുകരകളിൽ നിന്നും 100 മീറ്റർ പരിധി മാറി നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം ഒരു കാഴ്ച കാണുന്നതിനും ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന നടപടികളോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കാഴ്ച കാണുന്നതിനായി എത്താവൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ളത്. എന്തായാലും 1992 ശേഷം ഈ അണക്കെട്ട് തുറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ നീരൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഹൈറേഞ്ചിൽ ഇന്നലെ രാത്രിക്ക് ശേഷം കാര്യമായ മഴയില്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉള്ളത്. എന്നിരുന്നാലും നീരൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ നീരൊഴുക്ക് തുടരുകയാണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടെ തന്നെ ഒരുപക്ഷെ ഓറഞ്ച് അലേർട്ട് നൽകേണ്ടി വരും എന്നാണ് നമുക്ക് ഉദ്യോഗത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സമീർ, വൃഷ്ടിപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമായി താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് 12ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടിയാണ് ഇന്നലെ ചേർന്ന യോഗം ധാരണയിലെത്തിയതെന്നാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? ഇടുക്കി അണക്കെട്ട് എന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നത് ഇടുക്കി, കുളമാവ്, ചെറുതോണി അണക്കെട്ടുകളിൽ ചേർന്നതാണ്. ഇതിൽ ഷട്ടറുകൾ ഉള്ളത് ചെറുതോണിയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരുകയാണ് എങ്കിൽ ചെറുതോണിയിലെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം ഒഴുക്കി കളയുക എന്നുള്ളതാണ് ഏക പരിഹാര മാർഗം. ആ ഒരു സാഹചര്യത്തിൽ ചെറുതോണി മേഖലയിലുള്ള വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായും നശിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ചെറുതോണിയിലുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ആദ്യ നടപടി. അതിന്റെ ഭാഗമായാണ് 12 ഇടങ്ങളിൽ ക്യാമ്പ് ആരംഭിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രി എം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ആ യോഗത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 12 ക്യാമ്പുകൾ തുടങ്ങുന്നതിന് അവിടേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഭക്ഷണം, വെളിച്ചം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 12 ക്യാമ്പുകളിലേക്ക് ഈ ചെറുതോണിയിലുള്ള മുഴുവൻ പേരെയും മാറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലുള്ള നടപടി. ഇതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഇത്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടിക്കൊണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 50 അംഗ സംഘം ഇന്നലെ രാത്രിയോടുകൂടെ ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട്. ഈ സംഘം ഇപ്പോൾ പൈനാവിലുള്ള ഒരു സ്കൂളിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഇവരെല്ലാം തന്നെ ചെറുതോണിയിലേക്ക് അല്പസമയം കഴിയുമ്പോൾ എത്തും. അല്പസമയത്തിനകം അവരെ എത്തുകയും തുടർന്ന് ഈ ഭാഗങ്ങളെല്ലാം തന്നെ അവർ പരിശോധന നടത്തുകയും ചെയ്യും. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദുരന്ത സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഈ സേനയുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ലഭ്യമാക്കും. അതോടൊപ്പം തന്നെ വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകളും ഇവിടേക്ക് എത്തുന്നതിനായി കൊണ്ട് തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അത്തരം ഒരു സാഹചര്യമില്ല. ഉണ്ടാവുകയാണ് എങ്കിൽ ഇത്തരം സഹായങ്ങളെല്ലാം ലഭ്യമാക്കിക്കൊണ്ട് പൂർണ്ണമായും ഇവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കുന്നതിനും വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും നടന്നു വരുന്നു. ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യനും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. PH കുര്യനാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ എല്ലാ ചുമതലയും ഉള്ളത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മറ്റു ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തി വരികയാണ്. സമീർ, അതുപോലെ തന്നെ സമീർ സൂചിപ്പിച്ചതുപോലെ ചെറുതോണി ഉൾപ്പെടെയുള്ള അപകട സാധ്യത കൂടിയ മേഖലകളിലെ ജനങ്ങളെല്ലാം ഈ അധികൃതരുടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല റെസ്പോൺസാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഏത് ഘട്ടത്തിലും മാറാൻ തയ്യാറാണെന്ന നിലയിലുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? 1981-ലും 92-ലും
ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രളയമാണ് ഉണ്ടായിട്ടുള്ളത്. വീടുകൾ നശിച്ചുപോയി, കെട്ടിടങ്ങൾ തകർന്നു, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കാർഷിക നാശം, കൃഷി മേഖലയിലുള്ള നാശം, അതോടൊപ്പം തന്നെ അവിടുത്തെ പാലങ്ങളും റോഡുകളും കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ ഒരു സാഹചര്യം. ഇത്തരം ഒരു സംഭവത്തിന്റെ തവണ തുറന്നപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഷട്ടറുകൾ തുറക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇവർ മാറി നിൽക്കണം എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇവരെ അറിയിച്ചിട്ടുണ്ട്. അത്തരം ഒരു കാര്യങ്ങളോട് പൂർണ്ണമായും ഒരു അനുകൂല നിലപാട് തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. കാരണം സമ്പത്ത് മാത്രമല്ല, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെ ഒരുപക്ഷെ ഈ മാറിപ്പോകാതെ അവിടെ തന്നെ സ്ഥിരമായി നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്തുന്നതിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിജയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവർ എല്ലാവരും തന്നെ ഉദ്യോഗസ്ഥരുടെ അവസാന ജാഗ്രതാ നിർദ്ദേശം ലഭിക്കുന്നത്, അതീവ ജാഗ്രതാ നിർദ്ദേശം ലഭ്യമാകുമ്പോൾ ഉടൻ തന്നെ ഈ ക്യാമ്പുകളിലേക്ക് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരം ക്യാമ്പുകളിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. വളരെ വ്യക്തമാണ്. സമീർ സി വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്, സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതിന് മുന്നോടിയായുള്ള മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്ന നിലയിലുള്ള സ്ഥിരീകരണം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സൈന്യമടക്കമുള്ള സേനാ വിഭാഗങ്ങളെ തയ്യാറാക്കിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ജനങ്ങൾ പരിഭ്രാന്തരാവരുതെന്നും ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുത്തതായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉറപ്പ്. ഇടുക്കി അണക്കെട്ട് നിറയുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് മുൻകരുതൽ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാർത്താക്കുറിപ്പ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ദുരന്ത നിവാരണത്തിനുള്ള എല്ലാ മുൻകരുതലുകളും സംസ്ഥാന ഭരണകൂടം എടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത്. കര, നാവിക, വായുസേന, കോസ്റ്റ് ഗാർഡ് എന്നിവ ജാഗരൂകരായിരിക്കാനുള്ള സന്ദേശം നൽകി. എറണാകുളത്തും തൃശ്ശൂരിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം തയ്യാറായി നിൽപ്പുണ്ട്. ഇപ്പോൾ പരിഭ്രാന്തരാവേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പെരിയാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി ദുരന്ത നിവാരണ അതോറിറ്റി വാർത്താക്കുറിപ്പ് പുറപ്പെടുവിച്ചു. ഇടുക്കി അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത് കാണാൻ വിനോദസഞ്ചാരികൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല. ഇടുക്കി ജില്ലയിലെ ചില പഞ്ചായത്തുകളിലേക്ക് വിനോദസഞ്ചാരം ഒഴിവാക്കുക. ഒരു കാരണവശാലും ഷട്ടർ തുറന്ന ശേഷം നദി മുറിച്ചു കടക്കരുത്. പാലങ്ങളിലും നദിക്കരയിലും മറ്റും കൂട്ടം കൂടി നിൽക്കുകയോ സെൽഫി എടുക്കുകയോ ചെയ്യരുത്. നദിയിൽ കുളിക്കുന്നതും തുണി നനയ്ക്കുന്നതും ഒഴിവാക്കുക. ജലം കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചാൽ വൈദ്യുതാഘാതം ഒഴിവാക്കാനായി മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. അംഗപരിമിതരോ ഭിന്നശേഷിക്കാരോ പ്രായമായവരോ കുട്ടികളോ ഉള്ളവർ വെള്ളപ്പൊക്കമുണ്ടായാൽ ആദ്യം അവരെ മാറ്റാൻ ശ്രമിക്കുക. വളർത്തുമൃഗങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയോ അതിന് പറ്റാത്ത അവസ്ഥയിൽ കെട്ടഴിച്ചു വിടുകയോ ചെയ്യുക. ടിവിയിലും റേഡിയോയിലും വരുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ലഘുഭക്ഷണ സാധനങ്ങളും വിലപിടിപ്പുള്ള രേഖകളും അത്യാവശ്യം പണവുമുള്ള എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കുക. ദുരന്തം നേരിടാനായി കര, നാവിക, വ്യോമസേനകൾ തയ്യാറായി കഴിഞ്ഞതായും ദുരന്ത നിവാരണ അതോറിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടവേള. മത്സ്യവില്പന നടത്തി ഉപജീവന മാർഗം കണ്ടെത്തിയ ഹനാനെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊല്ലം സ്വദേശി സിയാദാണ് ഇപ്പോൾ അറസ്റ്റിലായത്. സിബി ജോസഫ് നൽകും വിശദാംശങ്ങൾ. സിബി, ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, വിശ്വനാഥൻ. ഇന്ന് രണ്ടാമത്തെ ആൾ കൂടി അറസ്റ്റിലായി. സർക്കാരിന്റെ കൃത്യമായ നിലപാട്, സമൂഹമാധ്യമങ്ങൾ വഴി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിലപാട് തന്നെ ഉണ്ടാകും എന്നതിന് തെളിവായി ഈ നടപടികളെ കാണാമോ? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ആനന്ദ്, അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഇന്നിപ്പോൾ ഈ ഹനാനെ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ അറസ്റ്റാണ് അന്ന് രാവിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ സിയാദിനെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സിയാദിനെ ഇന്നലെ രാത്രിയോടെ തന്നെ ചേർത്തലയിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാൾ അവിടെ ഒരു ട്രാവൽസിൽ ജോലി ചെയ്യുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾ ഈ ഹനാനെതിരെ വളരെ മോശമായ രീതിയിൽ തന്നെ ഫേസ്ബുക്കിലും മറ്റുമായി സംസാരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ IT ആക്ട് 67 വകുപ്പ് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 509 അതുപോലെ തന്നെ പോലീസ് ആക്ട് 120 എന്നീ പ്രകാരമെല്ലാം തന്നെയും ഇയാൾക്കെതിരെ കേസ് നിലനിൽക്കുമെന്നാണ് പോലീസ് പറയുന്നത്.
ഈ IT ആക്ട് 67 വകുപ്പ് പ്രകാരം ഒരു 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പ് കൂടിയാണിത്. ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ഇയാൾക്കെതിരെ ചുമത്തിരിക്കുന്നത്. ഇയാൾ വളരെ മോശമായി തന്നെ ഈ പെൺകുട്ടിയെ ഈ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്ന പാലായോട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ സ്വദേശിയായ വിശ്വനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഇയാളെ 14 ദിവസത്തേക്ക് ഇന്നലെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതിനു മുൻപായി വയനാട് സ്വദേശിയായ നൂറുദ്ദീൻ ഷെയ്ഖിനെ പോലീസ് കസ്റ്റഡിയിലെത്തുകയും ചോദ്യം ചെയ്ത ശേഷം പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തത്. നൂറുദ്ദീൻ വളരെ മോശമായി ഈ പെൺകുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ കേസെടുക്കാവുന്ന രീതിയിലുള്ള ഒരു മോശ പരാമർശം നടത്തിയില്ല എന്നൊരു ചോദ്യം മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് പോലീസ് നൂറുദ്ദീനെ വെറുതെ വിട്ടത്. എന്തായാലും ഇപ്പോൾ കേസിലെ രണ്ടാമത്തെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഈ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ്, സിബി, അതുപോലെ തന്നെ ഈ സിയാദിനെ ഉള്ള ഇടത്ത് പോയി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു, അതോ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു? അത്തരം വിശദാംശങ്ങൾ ലഭ്യമാണോ? ആനന്ദ്, സിയാദ് ചേർത്തലയിൽ ഒരു ട്രാവൽസ് ജോലി ചെയ്യുകയായിരുന്നു. ഈ ചേർത്തലിലെ ട്രാവൽസിൽ ഇന്നലെ പോലീസ് രാത്രിയോടെ എത്തുകയും അവിടെ നിന്നും ഈ സിയാദിനെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു. അതിനുശേഷം ഇന്നലെ മുതൽ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഇന്ന് രാവിലെയോടെ ഇയാൾക്കെതിരായ കുറ്റം തെളിയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് നൽകുന്ന വിവരം. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഹനാനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. DMK അധ്യക്ഷൻ M. കരുണാനിധിയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. ആൽവാർപേട്ടിലെ കാവേരി ആശുപത്രി പരിസരത്തെ DMK നേതാക്കളുടെ അഭ്യർത്ഥന അവഗണിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ആശുപത്രി പരിസരത്ത് തുടരുകയാണ്. വൻ പോലീസ് സംഘവും സ്ഥലത്തുണ്ട്. ഇന്നലെ രാത്രി DMK അണികളുടെ വികാര പ്രകടനങ്ങൾ അതിരുവിടുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു. കരുണാനിധിയുടെ സ്ഥിതി വഷളായതിനു പിന്നാലെയായിരുന്നു ഇത്. തുടർന്ന് കുടുംബാംഗങ്ങളും മുതിർന്ന നേതാക്കളും ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. അതോടെ അഭ്യൂഹങ്ങളും ശക്തമായി. കൂടുതൽ പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ടെങ്കിലും രാത്രി 9:50 മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സ്ഥിതി വഷളായെങ്കിലും പിന്നീട് മെച്ചപ്പെട്ടുവെന്നായിരുന്നു ബുള്ളറ്റിൻ. തമിഴ്നാട്ടിൽ പോലീസിന്റെ കനത്ത സുരക്ഷ തുടരുകയാണ്. പോലീസിന്റെ കേസ് അന്വേഷണങ്ങൾ സമൂലമായ അഴിച്ചുപണി ലക്ഷ്യമിട്ട് DGPയുടെ സർക്കുലർ. കേസ് അന്വേഷണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മാർഗനിർദ്ദേശവുമായി DGP ലോക്നാഥ് ബെഹ്റ. ക്രൈം കേസുകൾ രജിസ്റ്റർ ചെയ്ത് 2 ആഴ്ചയ്ക്കു ശേഷം അന്വേഷണ പുരോഗതി മേലുദ്യോഗസ്ഥർ നിരന്തരം വിലയിരുത്തണമെന്ന് ബെഹ്റയുടെ സർക്കുലർ. ആദ്യം ക്രൈംബ്രാഞ്ചിലും പിന്നീട് ലോക്കൽ പോലീസിലും നടപ്പിലാക്കുന്ന പരിഷ്കാരം കേരള പോലീസിന്റെ പ്രവർത്തന രീതി അടിമുടി മാറ്റും. മേലുദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശവും പങ്കാളിത്തവും മേൽനോട്ടവും ക്രിമിനൽ കേസുകളിൽ ഉറപ്പുവരുത്തുന്നതിനും കേസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായിട്ടാണ് DGP ലോക്നാഥ് ബെഹ്റ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് 2 ആഴ്ചയ്ക്കകം മുതൽ മേലുദ്യോഗസ്ഥർ നിരന്തരം കേസിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കണം. കേസ് ഡയറികൾ, അന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച, FIRൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, മേലുദ്യോഗസ്ഥർ അംഗീകാരം നൽകിയിട്ടുള്ള അന്വേഷണ തന്ത്രം, അന്വേഷണം പൂർത്തിയാക്കുന്നതിനുള്ള സമയക്രമം, ഫോറൻസിക് വിദഗ്ധരുടെ അഭിപ്രായം, തെളിവുകളുടെ രത്നച്ചുരുക്കം എന്നിവ കാലഘടനാക്രമത്തിൽ സൂചിപ്പിക്കണം. കേസന്വേഷണത്തിൽ കാലതാമസം ഉണ്ടായെങ്കിൽ അതിനുള്ള കാരണവും രേഖപ്പെടുത്തണം. അന്വേഷണവേളയിൽ ഉയർന്നുവരുന്ന പുതിയ ആരോപണങ്ങൾ, അന്വേഷണത്തിനിടയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ചും അത് മറികടക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും റിപ്പോർട്ടിൽ സൂചിപ്പിക്കണം. താഴെ തട്ടിൽ നിന്നും വരുന്ന പ്രോഗ്രസ് റിപ്പോർട്ടുകൾ SP-മാർ, റേഞ്ച് IG-ക്കും IG-മാർ അവരുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തി താഴേക്കും നൽകണം. ഏറെ ഒച്ചപ്പാടുണ്ടാക്കുന്ന കേസുകൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ പരിഗണനയ്ക്കായി നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈം കേസുകൾ അവ രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യ പ്രോഗ്രസ് റിപ്പോർട്ടും തുടർന്ന് അന്വേഷണം പൂർത്തിയാവുന്നതുവരെ പ്രതിമാസ റിപ്പോർട്ടുകളും സമർപ്പിക്കണം. കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ പുരോഗതി റിപ്പോർട്ടുകൾ അയക്കുന്നത് തുടരണം. പ്രോഗ്രസ് റിപ്പോർട്ട് സംവിധാനം ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിലും തുടർന്ന് കൊലപാതക കേസുകളിൽ ലോക്കൽ പോലീസിലും നടപ്പിലാക്കും. കേസന്വേഷണങ്ങളിൽ മേലുദ്യോഗസ്ഥർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാത്തത് മൂലം കോടതിയിൽ കേസുകൾ പരാജയപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ അന്വേഷണ സംവിധാനത്തിൽ സമൂലമായ അഴിച്ചുപണി ലക്ഷ്യമിട്ട് ബെഹ്റ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോടതി നടപടികളുടെ തത്സമയ സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഭരണഘടനാ ബെഞ്ചിലെ നടപടികൾ 3 മാസം പരീക്ഷണാടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ നിന്നും തത്സമയ സംപ്രേഷണം ചെയ്യാം. തുടർന്ന് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കോടതികളിലേക്കുള്ള തീരുമാനം എടുക്കാമെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസിലെ ഹർജിക്കാരിയും അഭിഭാഷകയുമായ ഇന്ദിര ജയ്സിംഗുമായി ചർച്ച ചെയ്ത ശേഷം മാർഗരേഖയ്ക്ക് അന്തിമ രൂപം നൽകാൻ AGക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കോടതിയുടെ നിർദ്ദേശപ്രകാരം ജൂലൈ 23-ന് കേന്ദ്ര സർക്കാർ മാർഗരേഖ സമർപ്പിച്ചിരുന്നു.
കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ സംഘം ഇന്ന് ജലന്ധറിലേക്ക് പുറപ്പെടും. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യും. അതിനിടെ ബിഷപ്പിനു വേണ്ടി വൈദികനെ സ്വാധീനിക്കാൻ ശ്രമിച്ച കന്യാസ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തി. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. ഫോൺ സംഭാഷണം പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കന്യാസ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തിയത്. കന്യാസ്ത്രീയുടെ പരാതി ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കോടതി അനുമതി നൽകിയാൽ വൈദികനെതിരെ കേസെടുത്തേക്കും. കർണാടകയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളുടെ അവകാശവാദവുമായി കെ.സി. വേണുഗോപാൽ MP എത്തിയത് വിവാദമാകുന്നു. ഭക്ഷ്യവസ്തുക്കൾ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റണമെന്നാണ് കെ.സിയുടെ ആവശ്യം. ഇത് തള്ളി ജില്ലാ കളക്ടർ. മംഗളൂരു സ്വദേശിയായ കളക്ടറുടെ ഇടപെടലിനെ തുടർന്നാണ് കുട്ടനാട്ടിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ ഇടപെട്ട് കർണാടകയിൽ നിന്നും കുട്ടനാട്ടിലേക്കുള്ള 4 ട്രക്ക് ഭക്ഷ്യവസ്തുക്കൾ ആലപ്പുഴയിൽ എത്തിച്ചത്. നാട്ടിലെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചാണ് സുഹൃത്തുക്കളിൽ നിന്നും മറ്റും ഇവ ആലപ്പുഴയിൽ എത്തിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് തന്നെ ഇക്കാര്യം പീപ്പിൾ ടിവിയോട് ജില്ലാ കളക്ടർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഞാൻ കുറച്ചു സാധനങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് മുഖേന ആണ് അറേഞ്ച് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാത്ത ഇത് സ്ഥിതിയിൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് സഹായിച്ചു. ಮತ್ತೆ കർണാടക ഇന്ന ഒരു 4-5 ട്രക്ക് ലോഡ് വന്നു. സോ ഇങ്ങനെ ನಾವು മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് എപ്പോൾ ആവശ്യമുള്ളോ ആ സമയത്തിൽ ഇമീഡിയറ്റ് ആയിട്ട് സർക്കാർ നമുക്ക് കൂടെ ഇത് നിർദ്ദേശനം കൊടുത്തിട്ടുണ്ട്. എപ്പോൾ എൻ്റെ ലെവലിൽ എന്താ ഡിസിഷൻ എടുക്കാൻ പെട്ടെന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് വാസ് വെരി ഈസി മാനേജിങ്. ഫുൾ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ എവറിവെയർ. പിന്നീട് വൈകിട്ട് 6 മണിയോടെ കർണാടകയുടെ ചുമതലയുണ്ടായിരുന്ന ആലപ്പുഴ MP കെ.സി. വേണുഗോപാൽ പത്രപ്രസ്താവന ഇറക്കി. തൻ്റെ സ്വാധീനം ഉപയോഗിച്ചാണ് കർണാടകയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ എത്തിയതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇത് തെളിയിക്കാൻ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് കർണാടക ഭക്ഷ്യമന്ത്രിയെ കൊണ്ട് ജില്ലാ കളക്ടർക്ക് മെയിൽ സന്ദേശവും അയപ്പിച്ചു. കർണാടകയിൽ നിന്ന് വന്ന ഭക്ഷ്യവസ്തുക്കൾ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ എത്തിക്കണമെന്നായിരുന്നു സന്ദേശം. എന്നാൽ ജില്ലാ കളക്ടർ ഭക്ഷ്യവസ്തുക്കൾ സർക്കാർ ഗോഡൌണിലേക്ക് മാറ്റി. കർണാടകയിൽ നിന്നും 2 ദിവസം മുൻപ് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ട്രക്ക് കേരളത്തിലേക്ക് വന്നിട്ടും എന്തുകൊണ്ട് കർണാടകയുടെ ചുമതലയുണ്ടായിരുന്ന കെ.സി. വേണുഗോപാൽ ഇത് അറിയാതെ പോയെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അസമിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് പട്ടിക നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺ ഇന്ന് പുറത്തിറക്കും. 1.5 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് പുറത്തായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പൗരത്വം തെളിയിക്കാൻ അസമിലെ ജനങ്ങൾക്ക് കൃത്യമായ അവസരം ലഭിച്ചില്ലെന്ന് ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഡിസംബർ 31 അർദ്ധരാത്രിയാണ് അസമിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ ആദ്യ കരട് പട്ടിക പുറത്തുവിട്ടിരുന്നത്. ഈ പട്ടികയിൽ സംസ്ഥാനത്ത് ആകെയുള്ള 3.29 കോടി ജനങ്ങളിൽ 1.9 കോടി പേർ ഇടം പിടിച്ചിരുന്നു. അവശേഷിക്കുന്ന 1.5 കോടി ജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതാണ് ഇന്ന് പ്രഖ്യാപിക്കുന്ന അന്തിമ കരട് പട്ടിക. 50,000-ത്തോളം സ്ത്രീകൾ ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് പുറത്തയക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പൗരത്വം തെളിയിക്കാൻ ജനങ്ങൾക്ക് കൃത്യമായ അവസരം ലഭിച്ചില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. അതിനിടെ പൗരത്വ പട്ടിക പ്രസിദ്ധീകരിക്കാനിരിക്കെ സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ സങ്കീർണമായി. 22,000 പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അസമിന്റെ അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കി. ജൂൺ 30-നായിരുന്നു പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി അനുവദിച്ചിരുന്ന അവസാന തീയതി. എന്നാൽ സ്ഥലത്തുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇത് 1 മാസം കൂടി നീട്ടി നൽകുകയായിരുന്നു. ബംഗാളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ചൊല്ലി പ്രതിഷേധങ്ങൾ ഉടലെടുത്തതോടെയാണ് അസമിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. 1971 ശേഷം ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരെയാണ് പൗരത്വ രജിസ്ട്രേഷൻ പട്ടിക ബാധിക്കുക. ന്യൂസ് ബ്യൂറോ.